എൻ്റെ പേര് മേഴ്സല ഷമ. ഞാൻ വരുന്നിരിപ്പിൽ വരുന്നു. 2020 മാർച്ച് 30-നാണ് ആദ്യമായിട്ട് എൻ്റെ കാല് ഹിപ്സിൻ്റെ അടിയിൽ നിന്ന് പാരലൈസ് ആവണേ. അങ്ങനെ എനിക്ക് മൂത്രതടസ്സം ഉണ്ടാകുകയും എന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോയി സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട്. പക്ഷേ അവിടെ നിന്ന് ഒന്നും എന്താ രോഗം എന്ന് മനസ്സിലാവാതെ അടുത്ത് വേറൊരു ഹോസ്പിറ്റലിൽ, അങ്ങനെ 2 ഹോസ്പിറ്റലിൽ അങ്ങനെ റെഫർ ചെയ്തിട്ട് എന്നെ ആസ്റ്ററിലേക്ക് മാറ്റി. അവിടെ നിന്ന് എൻ്റെ നട്ടിലിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് ഇപ്പോൾ ഉള്ള ഒരു 14 നെർവിൻ്റെ രോഗങ്ങളാണോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ഇവർ പുറത്തേക്ക് ടെസ്റ്റിന് അയച്ചു. പക്ഷെ അതല്ല എന്ന് സ്ഥിരീകരിച്ചിട്ട് പുതിയൊരു രോഗം അക്യൂട്ട് ഡീമൈലിനേഷൻ സിൻഡ്രോം എന്നാണ് ആ രോഗത്തിൻ്റെ പേര് പറഞ്ഞത്. അങ്ങനെ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഇവർ സ്റ്റിറോയിഡ്സ് കുത്തി. പക്ഷേ ഒരു ഫലവും കണ്ടില്ല. ഈ രോഗം ബാക്കി എല്ലാ ബോഡി പാർട്സിനും നെർവ്സിലേക്ക് സ്പ്രെഡ് ആവുമെന്ന് മനസ്സിലാക്കി. കണ്ണിലേക്ക് ബാധിക്കും, അത് മേല് ഫുൾ പാരലൈസ് ആവും. ഇനി പാരലൈസ് ആയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മരിക്കും എന്ന് വരെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവർ സ്റ്റിറോയിഡ്സ് കുത്തിയിട്ടും ഒരു ഫലം കാണാതെ ഇവർ പറഞ്ഞു പുറത്തുനിന്ന് ഒരു 1.5 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ പുറത്തുനിന്ന് കൊണ്ടുവരണം, അത് കുത്തിവെച്ചാലാണ് ഇനി എന്തെങ്കിലും ഭേദം കാണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ആൻറ്റി ഗാകുൽത്ത ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഇവിടെ നിയോഗം വെച്ച് എൻ്റെ രോഗം മാറിയാൽ സാക്ഷ്യം പറയാമെന്ന് വന്ന് പ്രാർത്ഥിച്ചു. ഒരു ആഴ്ചയ്ക്ക് ശേഷം ഇഞ്ചക്ഷൻ ഒന്നും കുത്താതെ എൻ്റെ കാലുകളൊക്കെ നീങ്ങാൻ തുടങ്ങി. എനിക്ക് ലിറ്റിൽ ബൈ ലിറ്റിൽ റിക്കവറായി തുടങ്ങി. അങ്ങനെ അവരെന്നെ ഡിസ്ചാർജ് ചെയ്തു. ഇഞ്ചക്ഷൻ്റെ ആവശ്യമൊന്നും വന്നില്ല. ഗാകുൽത്ത നാഥന് നന്ദി.